പൊന്നാനി പൊന്നാക്കുന്നത് ആരാണ്? 1977 മുതൽ മുസ്ലിം ലീഗിന്റെ കോട്ടയാണത്. കോട്ട കുലുക്കാൻ CPIM നടത്തിയ പരീക്ഷണങ്ങൾ ഇതുവരെ വിജയത്തിൽ എത്തിയിട്ടില്ല. കേരളം ഒട്ടാകെ ഇടതുതരംഗമുണ്ടായ 2004-ലും പൊന്നാനി മാത്രം UDFിനൊപ്പം ഉറച്ചുനിന്നു. കുറഞ്ഞു വരുന്ന ഭൂരിപക്ഷമാണ് പൊന്നാനിയിൽ ലീഗിന്റെ ചങ്കിടിപ്പ്. പൊന്നാനി കോട്ടയിൽ ഇത്തവണ വിജയക്കൊടി പാറിക്കാമെന്ന പ്രതീക്ഷയിലാണ് CPIM. നമുക്ക് സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണെന്ന് നോക്കാം. ലീഗിൽ ഒരു സ്വാപ്പിംഗ് പോളിസി നടപ്പാക്കിയത് മലപ്പുറവും പൊന്നാനിയും തമ്മിലാണ്. അപ്പോൾ മലപ്പുറത്തെ സിറ്റിംഗ് MP ഇതാ വരുന്നു പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയായി. പൊന്നാനിയിലെ സ്ഥാനാർത്ഥി ലീഗിന്റെ അബ്ദുൾ സമദ് സമദാനി. ഒപ്പം ലീഗ് വിട്ട് ഇടതു കോട്ടയിലേക്ക് എത്തിയ KS ഹംസയാണ് CPIM വേണ്ടി ഇറങ്ങുന്നത്. NDAക്ക് വേണ്ടി നിവേദിത സുബ്രഹ്മണ്യനാണ് മത്സരിക്കുന്നത്. ഇതാണ് പൊന്നാനിയിലെ മത്സര ചിത്രം. അപ്പോൾ വലത്തുനിന്ന് ഇടത്തേക്ക് വന്ന KS ഹംസ വരുന്നത് ഏതെങ്കിലും തരത്തിൽ മാറ്റമുണ്ടാക്കുമോ? സ്വാപ്പിംഗ് പോളിസി ലീഗിന്റെ ഭൂരിപക്ഷം ഉയർത്തുമോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ ബാക്കിയാണ്. ആ ചോദ്യങ്ങൾ അവിടെ നിൽക്കട്ടെ, അതിലേക്ക് നമുക്ക് പോകാം. അതിനു മുൻപ് 2019 തെരഞ്ഞെടുപ്പ് ഫലം, അത് എത്ര വീതം വോട്ടുകൾ ഓരോരുത്തർക്കും സമാഹരിക്കാൻ കഴിഞ്ഞു? ET മുഹമ്മദ് ബഷീറിന്റെ വോട്ട് നോക്കൂ. 5,21,824 വോട്ടുകളാണ് ET മുഹമ്മദ് ബഷീർ 2019 പൊന്നാനിയിൽ നിന്ന് പിടിച്ചത്. PV അൻവർ ആയിരുന്നു അന്ന് എതിർ സ്ഥാനാർത്ഥി. ഇടതുപക്ഷത്തിന് വേണ്ടി ഇറങ്ങിയത്. 3,28,551 വോട്ടുകൾ അൻവറിന് അവിടെ പിടിക്കാൻ കഴിഞ്ഞു. VT രമയെയാണ് NDA കളത്തിലിറക്കിയത്. 1,10,603 വോട്ടുകളാണ് VT രമ പൊന്നാനിയിൽ പിടിച്ചത്. ഭൂരിപക്ഷം 2 ലക്ഷം എത്തിയില്ല. അതിന് തൊട്ടു താഴെയാണ് 1,93,273 വോട്ടുകളാണ് അവിടെ ET മുഹമ്മദ് ബഷീറിന് സ്വന്തമാക്കാൻ കഴിഞ്ഞത്. വോട്ട് ശതമാനത്തിലെ അന്തരം കൂടി നമുക്ക് വളരെ പെട്ടെന്ന് നോക്കാം. 2019 വോട്ട് വിഹിതം, അതിൽ തമ്മിലുള്ള അന്തരം എത്രയാണ്? UDFും LDFും തമ്മിലുള്ള വോട്ടന്തരം വലുതാണ് എന്ന് പ്രേക്ഷകർക്ക് വ്യക്തമായിട്ടുണ്ട്. UDFിന് 51.29% ഉള്ളപ്പോൾ LDFിന് 32.29%, NDAക്ക് 10.87%. ഇങ്ങനെയാണ് വോട്ട് വിഹിതം പൊന്നാനിയിൽ നിൽക്കുന്നത്. ഇനി പൊന്നാനിയെ പൊന്നാക്കുന്നതിനായി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയായിരുന്നു ഓരോ മുന്നണിക്കും ആ 7 മണ്ഡലങ്ങൾ കൊടുത്ത കോൺട്രിബ്യൂഷൻ എന്നുകൂടി നോക്കാം. പൊന്നാനി എന്ന് പറയുമ്പോൾ തിരൂരങ്ങാടിയും താനൂരും തിരൂരും കോട്ടയ്ക്കലും തവനൂരും പൊന്നാനിയും തൃത്താലയും ചേർന്നതാണ്. അതിൽ ചുവപ്പുണ്ട്, ചുവന്ന് കിടക്കുന്നുണ്ട് പൊന്നാനിയും തൃത്താലയും തവനൂരും അതുപോലെ തന്നെ താനൂരും. 4 എണ്ണം ചുവന്ന് കിടക്കുമ്പോൾ 3 എണ്ണം മാത്രമാണ് UDFിന്റെ അക്കൗണ്ടിലുള്ളത്. അത് LDFിനെ കുറി പ്രതീക്ഷയ്ക്ക് വക നൽകുന്നുണ്ടോ എന്ന ചോദ്യവും ബാക്കി വയ്ക്കുകയാണ്. അവിടെയാണ് സാമുദായിക വോട്ടുകൾ പ്രധാനപ്പെട്ടതാകുന്നത്. സാമുദായിക വോട്ടുകൾ പൊന്നാനിയിൽ എങ്ങനെയാണ് വിഭജിച്ച് കിടക്കുന്നത് എന്ന് നോക്കാം. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങളുടെ വോട്ട് വ്യതിയാനം എന്ന് പറയുമ്പോൾ അതിൽ മുസ്ലിം വോട്ടുകൾ വളരെ കൂടുതലാണ്. മലപ്പുറം പോലെ തന്നെ 61.4% മുസ്ലിം വോട്ടുകൾ. ഹിന്ദു വോട്ടുകൾ 37.8%. ക്രിസ്ത്യൻ വോട്ടുകൾ 0.6%, മറ്റുള്ളവർ 0.2%. അങ്ങനെയാണ് സാമുദായിക സമവാക്യം പൊന്നാനിയിൽ കിടക്കുന്നത്. പൊന്നാനി ആർക്കൊപ്പം എന്ന് ചോദിക്കുമ്പോൾ മലപ്പുറം പറഞ്ഞതുപോലെ ലീഗിനൊപ്പം എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമോ? അയ്യോ, നിശ്ചയമായും. കാരണം വെച്ചാൽ ഈ പറയുന്ന 4 മണ്ഡലങ്ങൾ വളരെ പ്രധാനമാണ്. തൃത്താലയിലെ MP രാജേഷ് വിജയിക്കുന്നു. വളരെ തുച്ഛമായ വോട്ടിനാണ് MP രാജേഷ് വിജയിച്ചു വന്നത്. വളരെ കടുപ്പത്തിലുള്ള മത്സരമായിരുന്നു VT ബലറാമുമായിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ താനൂര് അബ്ദുറഹ്മാൻ വിജയിച്ചു വന്നത് PK ഫിറോസിനെതിരായിട്ട് മത്സരിച്ചിട്ടാണ്. 1000 അടുപ്പിച്ച വോട്ടിനാണ് വിജയിച്ചു വന്നത്. അതേപോലെ തവനൂര് ജലീലിൻ്റെയും ഭൂരിപക്ഷം ഏതാണ്ട് 3000 അടുപ്പിച്ചാണ്. എന്നാൽ പൊന്നാനിയിലെ വിജയം എന്ന് പറയുന്നത് CPMന്റെ ആധികാരിക വിജയമാണ്. അവിടെ ഏതാണ്ട് 17,000 മേൽ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചു വന്നിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ എന്നാൽ മറ്റ് 3 മണ്ഡലങ്ങളിലൂടെയും ലീഗ് ഭൂരിപക്ഷം മതി ലോക്സഭയിൽ ജയിക്കാൻ എന്നുള്ളത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നല്ല റിസൾട്ടാണ് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ 4 മണ്ഡലങ്ങളിൽ നിശ്ചയമായും പോരാടി ഇടതുപക്ഷം നേടി വിജയിച്ച മണ്ഡലങ്ങൾ തന്നെയാണ് ആ 4 മണ്ഡലങ്ങളും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്നാൽ പൊന്നാനി ആകെ ആ ലോക്സഭാ മണ്ഡലം എടുക്കുമ്പോൾ എപ്പോഴും അത് ലീഗിന് ഗുണകരമാകുന്ന ലോക്സഭാ മണ്ഡലമാണ്. ഇക്കുറിയാണെങ്കിൽ കോട്ടക്കലുകാരനായ സ്വന്തം നാട്ടുകാരൻ അബ്ദുൾ സമദ് സമദാനി അവിടെ വരുന്നു എന്നുള്ളതാണ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം നോക്കിയേ, ക്ഷമിക്കണം, VT രമയ്ക്ക് നല്ല വോട്ട്, 1 ലക്ഷത്തിന് മേൽ വോട്ട് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അവിടെ, അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം സുബ്രഹ്മണ്യന്റെ സ്വന്തം സ്ഥലമാണ്. അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ തിരൂർ അടക്കമുള്ള തുഞ്ചംപറമ്പൊക്കെ അടക്കമുള്ള ഹിന്ദുക്കൾക്ക് കുറച്ചുകൂടി സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് പൊന്നാനി എന്ന് പറയുന്നത്. അവിടെ ശ്രീരാമകൃഷ്ണൻ മണ്ഡലമായിരുന്നു പൊന്നാനി മണ്ഡലം തന്നെ. അപ്പോൾ അവിടെ ഈ പറയുന്ന ആ വിഭാഗത്തെ കൂടെ സ്വാധീനിക്കാൻ കഴിയുന്ന ഒരു നേതാവാണ് അബ്ദുൾ സമദ് സമദാനി എന്ന് പറയുന്നത്. അതായത് ഈ കോൺഗ്രസിനകത്ത് ഹിന്ദു വോട്ടുണ്ടല്ലോ, BJPക്ക് മാത്രമല്ലല്ലോ. അപ്പോൾ ആ ഹിന്ദു വോട്ടിനെ കൂടി സ്വന്തം പാളയത്തിലേക്ക് കൂട്ടം വളരെ മതേതരമായി സംസാരിക്കുകയും ഭഗവത്ഗീത അടക്കം ഈ രാമായണം അടക്കമൊക്കെ നന്നായിട്ട് നല്ല പ്രസംഗങ്ങൾ അതൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് നടത്തുകയൊക്കെ ചെയ്യുന്ന ഒരാളുകൂടിയാണ്. മലയാളിക്ക് അറിയാമല്ലോ. അതെ. അപ്പോൾ ആ അർത്ഥത്തിൽ ഈ പറയുന്ന നല്ല കാൻഡിഡേറ്റ് ആണ് പൊന്നാനിയിൽ സമദാനി എന്ന കാര്യത്തിൽ തർക്കമില്ല. ലോക്സഭാ മണ്ഡലം ഒറ്റക്കെട്ടായി എടുക്കുമ്പോൾ നിശ്ചയമായും ലീഗിന് വലിയ ആധിപത്യമാണ്. ഈ 4 എണ്ണം ചുവന്ന് കിടക്കുന്നത് കാര്യമില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിനകത്ത് കാര്യമില്ല. കാരണം ചില 2 ലക്ഷത്തിന് അടുപ്പിച്ചാണല്ലോ 1,93,000 വോട്ടിന്റെ ഭൂരിപക്ഷം ഓൾറെഡി കഴിഞ്ഞ 2019 2019 അത് ഉണ്ടാകാനുള്ള കാരണം വെച്ചാൽ ഇപ്പൊ വയനാട് തൊട്ടടുത്ത് കിടക്കുന്ന മണ്ഡലമാണ്. രാഹുൽ ഗാന്ധി ഇഫക്റ്റും ഉണ്ട്. എങ്കിൽ കൂടി ആ ഇഫക്റ്റ് ഒന്നും ഇപ്രാവശ്യം ഇല്ല, അങ്ങനെ വർക്ക് ചെയ്യണം എന്നില്ല. എങ്കിലും
സമദാനി ഒരു നല്ല കാൻഡിഡേറ്റ് ആണ്. കെ എസ് ഹംസയെ ഞാൻ അത്ര നല്ല കാൻഡിഡേറ്റ് ആയിട്ട് കാണുന്നില്ല. അതിനകത്തൊരു പക്ഷേ പ്രശ്നം കെ വെച്ചാൽ എസ് ഹംസ സമസ്തയുടെ കാൻഡിഡേറ്റ് ആണ്. സമസ്ത കെ എസ് ഹംസയ്ക്ക് വേണ്ടി വോട്ട് ചെയ്യാൻ ഇറങ്ങുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം ലീഗ് വിട്ട് കെ എസ് ഹംസ 2023 ഇടതുപക്ഷത്തേക്ക് എത്തിയത്. CPIM-ഉം സമസ്തയും തമ്മിലുള്ള പാലം കെ എസ് ഹംസയാണ്. അല്ല, പക്ഷേ ഒരു പ്രശ്നം എന്താണെന്നറിയോ, പാലത്തിൽ മലപ്പുറവും പ്രശ്നമില്ല. പൊന്നാനിയും പാലത്തിൽ പ്രശ്നമില്ല. അതായത് മലപ്പുറവും പൊന്നാനിയും ലീഗിന്റെ 2 മണ്ഡലങ്ങളാണ്. ലീഗിന് ആകെ 2 മണ്ഡലങ്ങളേ ഉള്ളൂ. അത് മലപ്പുറവും പൊന്നാനിയുമാണ്. ആ മലപ്പുറത്തും പൊന്നാനിയിലും ലീഗിന് പാരവയ്ക്കുന്ന എന്തെങ്കിലും ഒരു നീക്കം സമസ്തയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് അങ്ങേയറ്റം അപകടകരമായിരിക്കും. സമസ്തയെ അതുകൊണ്ട് കെ എസ് ഹംസയെ അത് മാത്രമല്ല അദ്ദേഹത്തെ CPM ആയിട്ട് കാണുന്നില്ല CPM കാർ എന്നൊരു കാര്യം കൂടി. അതൊരു പ്രശ്നമാണ്. ലീഗിൽ നിന്ന് വിട്ടുവരുന്ന ഒരാളെ അത്ര എളുപ്പത്തിൽ ഇടതുപക്ഷം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ PV അൻവർ പിടിച്ച വോട്ട് പോലും കെ എസ് ഹംസ പിടിക്കാൻ പോകുന്നില്ല. സാധ്യതയില്ല. സാധ്യത വളരെ കുറവാണ്. അപ്പോൾ സാധ്യതകൾ കുറവായ സ്ഥിതിക്ക് പൊന്നാനി ഇക്കുറിയും ലീഗിന്റെ പൊന്നാപുരം കോട്ടയായി പൊന്നുപോലെ നോക്കാൻ സമദാനിക്ക് വിട്ടുകൊടുക്കാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത്.